അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ തേപ്പിൻ്റെ വർക്കാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീട് തേക്കുമ്പോൾ ചുമരിനെ എങ്ങനെയാണ് സ്ട്രോങ്ങിൽ തേക്കുക, അതേമാതിരി ജനലിൻ്റെ കരവ് അതെങ്ങനെയാണ് സ്ട്രോങ് ആയി തേക്കുക, അതേമാതിരി കാണുന്ന സീലിങ് അതെങ്ങനെയാണ് സ്ട്രോങ്ങിൽ തേക്കുക, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ വർക്ക് എടുക്കുന്ന വീട്. ഈ വീട് 2360 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇതിൻ്റെ റേറ്റ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം റുപ്യാണ്. അപ്പോൾ എന്നോട് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ട് മജീദെ ബംഗാളിക്ക് കൊടുക്കാത്തത് വീടിൻ്റെ പണി വൃത്തിയാകണം, അതുകൊണ്ടാണ് നിനക്ക് തരുന്നത്. അപ്പോൾ പണി നല്ല വൃത്തിയിൽ എടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങളൊരു വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ തേപ്പിൻ്റെ വർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ ബംഗാളിക്ക് കൊടുത്താലും മലയാളീസിന് കൊടുത്താലും നിങ്ങൾ ആർക്ക് കൊടുത്താലും നിങ്ങൾ അവരോട് പ്രത്യേകം പറയണം. എന്നുവെച്ചാൽ തേപ്പ് കഴിയുമ്പോൾ അന്ന് പണി കയറി പോകുമ്പോൾ തന്നെ ഈ ജനലും കൂടി ആയ സിമെൻറ്റൊക്കെ തുടച്ച് കളയണം. കാരണം ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ തേപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കൊടുക്കാൻ നിങ്ങൾ പെയിൻറ്റിങ്ങുകാർക്ക് പെയിൻറ്റ് അടിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു 5000 റുപ്യേൻ്റെ ഒരു മെച്ചം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ റൂമിൻ്റെ തേപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഈ തേപ്പ് കഴിഞ്ഞിട്ട് ഈ ജനൽ ഫുള്ള് ഞങ്ങൾ ബ്രഷ് കൊണ്ട് ശരിക്കും ചൂലുകൊണ്ട് അടിക്കണ മാതിരി ബ്രഷ് കൊണ്ട് അടിച്ചിട്ട് ഇതേമത്തെ സിമെൻറ്റ് ഫുള്ള് ഞങ്ങൾ കളഞ്ഞു. ഈ ജനലിൻ്റെ കരവ് തേക്കുമ്പോൾ 3:1 സ്ട്രോങ് ഇത് കണ്ടില്ലേ, ഇതേമാതിരി ഉണ്ടാവണം, കണ്ടില്ലേ. പിന്നെ ഉള്ളത് ചുമര് തേക്കുമ്പോൾ ചുമര് പിന്നെ 5:1 സ്ട്രോങ് കേട്ടോ. 5:1 ചുമര് തേക്കേണ്ടത്. എന്ന് വെച്ചാൽ 5 മണലും 1 സിമെൻറ്റ് പൊടിയും. പിന്നെ സീലിംഗ് ആകുമ്പോൾ 4:1 സ്ട്രോങ് എന്ന് വെച്ചാൽ 4 മണലും 1 സിമെൻറ്റ് പൊടിയും. ഇതേമാതിരി തേക്കുക വെച്ചാൽ നിങ്ങളെ വീടിന് നല്ല ഉറപ്പാകാറ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ജനലുണ്ടല്ലോ, ജനൽ പറഞ്ഞാൽ പണിയെടുക്കണ ആൾക്കാർക്ക് കൊണ്ട് അപ്പം തന്നെ ഇത് ബ്രഷ് കൊണ്ട് കളയാൻ പറയുക വെച്ചാൽ ഇത് പെയിൻറ്റിങ്ങുകാർക്ക് നിങ്ങൾ പണി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു 5-6 റുപ്യേൻ്റെ മെച്ചം ഉണ്ടാവും. അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകാർ അത്രയും സിമെൻറ്റ് തുമ്പന്ന് കളയേണ്ടി വരും. ഓക്കെ. അപ്പോൾ മനുഷ്യന്മാരെ പണിക്കാരെയാണ് ഞാൻ വീട്ടിലെത്തിക്കണത്. അപ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണം, കാരണം ആ കോണിൻ്റെ അടിഭാഗം കടന്ന് തേച്ചിട്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ എനിക്ക് പണി കൂടുതലും ഉണ്ടാകൽ കാളികാവ് ഭാഗത്തു കൂടിയാണ്. ഇന്ന് ഞങ്ങൾ പണി എടുത്തത് തൂര് ഭാഗത്താണ്. കാരണം ഞാനെൻ്റെ വർക്ക് വീഡിയോ എടുത്ത് കാണി യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഫോണൊക്കെ വിളിച്ച് കാണ്ട് എനിക്ക് പണി തരലുണ്ട്. അങ്ങനെ കിട്ടിയതാണ് തൂര് ഭാഗത്ത് എനിക്ക് പണി. അപ്പോൾ അവിടെ തുടർച്ചയായി 3 വീടിൻ്റെ പണി എനിക്ക് കിട്ടി. കാരണം ഞങ്ങളെ വർക്ക് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവിടെ തുടർച്ചയായി ഞങ്ങൾക്ക് 3 വർക്ക് കിട്ടാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകണമല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കണ റേറ്റിന് നിങ്ങൾ വർക്ക് തരികയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല വൃത്തിയിൽ ഞങ്ങൾ വർക്ക് എടുത്തു തരുന്നതാണ്. ഓക്കെ. അപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ പറയുകൊണ്ടു. എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ. ഇന്ന് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.